അടുത്ത് തുടങ്ങാം അല്ലേ? തുടങ്ങാം. അറിഞ്ഞത് എത്രയോ തുച്ഛം, അറിയാനുള്ളത് കാലം കാത്തു വെച്ചത് എന്ന പോലെയാണ് കാര്യങ്ങൾ. ഒരു അക്ഷരപൂജ എന്ന സങ്കല്പത്തെ പറ്റി ആദ്യം കേൾക്കുമ്പോൾ ഇത്രയൊന്നും ഉണ്ടാവുന്നൊരു 2-3 കൊല്ലങ്ങൾ മുമ്പ് നമ്മൾ ആരും വിചാരിച്ചിരുന്നില്ല. പല ആൾക്കാരുടെയും സഹായ സഹകരണത്തോടു കൂടി ഇതിനുള്ള പഠനവും അന്വേഷണവും പുരോഗമിക്കുമ്പോഴും നമുക്ക് ഒരു പൂ ചോദിക്കുമ്പോൾ പൂക്കാലം കിട്ടുന്ന പോലെ ഒരാരും മുഴുവൻ പല പല വിവരങ്ങളും തരുമെന്ന് നമ്മൾ കരുതിയില്ല. നമ്മളെ പൂജാ പഠനത്തിലെ 2ാം ബാച്ചില് ചേർന്നിട്ടുള്ള ശ്രീ ഹരികൃഷ്ണൻ പത്തിയിൽ, അദ്ദേഹത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അദ്ദേഹം അമ്പലപ്പുഴ പത്തിയിൽ നാരായണൻ നമ്പൂതിരിയുടെയും ഇന്ദിരാദേവിയുടെയും മകനാണ്. ഭാര്യ അശ്വതി, മക്കൾ ശ്രീഭദ്ര, ദേവനാരായണൻ. പുതുവന നാരായണൻ നമ്പൂതിരിയുടെ കീഴിൽ പൂജാപഠനം നടത്തിയ അദ്ദേഹം പല വിവിധ ക്ഷേത്രങ്ങളും താന്ത്രിക പദവി അലങ്കരിക്കുന്നു. ഒപ്പം ശാക്തേയത്തിന്റെ രാമേശ്വരം പരമ്പരയിൽ പൂർണ്ണ ദീക്ഷ നേടിയ ആളുമാണ്. യജ്ഞേശ്വരാനന്ദ എന്നാണ് ഇദ്ദേഹത്തിന്റെ ദീക്ഷാനാമം. സമുച്ചയ രീതിയിലുള്ള പൂജാവിധാനങ്ങൾ വിശദമായി മനസ്സിലാക്കാനായിട്ടാണ് നമ്മുടെ പൂജാ പഠനം 2ാം ബാച്ചിൽ അദ്ദേഹം ചേരുകയുണ്ടായത്. പല അമ്പലങ്ങളിലും താന്ത്രിക വൃത്തിയിൽ ഏർപ്പെടുന്ന അദ്ദേഹം ഒരു അക്കൗണ്ടന്റ് കൂടിയാണ്. അക്ഷരപൂജയുടെ കാതലായ പല കാര്യങ്ങളും അറിയുന്നതും അവ ചിട്ടപ്പെടുത്തുന്നതിലും ഉള്ള ഇദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ്. TVSRC അങ്ങേ ബഹുമാനപൂർവം ആദരിക്കുന്നു. ഒപ്പം അക്ഷരപൂജയെ പറ്റിയിട്ട് അങ്ങയുടെ അറിവ് പങ്കുവയ്ക്കാൻ സാദരം ക്ഷണിക്കുന്നു. നമസ്കാരം ഹരി പത്തിൽ, അല്ലെ ഹരികൃഷ്ണൻ പത്തിൽ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ശ്വേതം ശ്വേതം വിളയമാല്യവസനം വാമേ രക്തോത്പലം വിഭ്രദ്യാപ്രിയാദരേണ സരസാ സൃഷ്ടം പ്രസന്നാനനം ഹസ്താഭ്യാമഭയം വരം ശതദധം ശംഭസ്വരൂപം വരം ഹാലാലോചനാത്പലയുഗം ധ്യായേ ശിരസ്തം ഗുരും. ശ്രീഗുരുഭ്യോ നമഃ. സർവവിദ്യാമയം സർവവീരശക്തിസ്വരൂപിണിം കരാഗ്രേ ഹൃദയേ മൂലേ ദേശികാംഘ്രിയുഗത്രയം ദദതിം ദീപ്തഭൂഷാഢ്യാം ശ്രീമഹാപാദുകാം നമഃ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇവിടെ എന്നെ ഹിതേഷിയേട്ടൻ ഇങ്ങനെ ഒരു സമയത്ത് വിളിച്ചിട്ട് ഇങ്ങനൊരു കാര്യം പറയുണ്ടായി. അതുകൂടാതെ ശ്രീരാമേട്ടനും പറയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഈ സാധാരണ അതിൻ്റെ ന്യാസപ്രകരണമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഓരോ ഭാഗത്ത് പൂജയ്ക്ക് വേണ്ടത് എന്നുള്ള രീതിക്ക് മാത്രം പഠിച്ചിട്ട് അത് ചെയ്യുന്നൊരു സമ്പ്രദായം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിനെ ആഴത്തിലേക്ക് പഠിക്കണം എന്ന് തോന്നിയത് ഇങ്ങനൊരു ആവശ്യം വന്നപ്പോഴാണ്. ആദ്യം ഗുരുനാഥനെ തന്നെ സമീപിച്ചു. അപ്പം അദ്ദേഹം കുറേ ഗ്രന്ഥങ്ങളുടെ കാര്യം പറഞ്ഞു. അതൊക്കെ നോക്കുകയുണ്ടായി. അതിനുശേഷം തിരിച്ചും അതെല്ലാം എഴുതിയതിന് ശേഷം ഗുരുനാഥൻ്റെ അടുക്കൽ തന്നെ ചോദിച്ചു. അപ്പോൾ അതിലെ കുറേ മാറ്റങ്ങളും കാര്യങ്ങളും പറഞ്ഞു തന്നു. അങ്ങനെയാണ് അതിലേക്ക് കടന്നത്. ശരിക്കും അത് വലിയൊരു ഇപ്പോൾ ഒരു ആനന്ദം ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അറിയാനുള്ളൊരു ആഗ്രഹമായി. ഈ ബ്രഹ്മതത്വമാണ് ശരിക്കും എല്ലാത്തിനും ആധാരഭൂതമായത്. ബ്രഹ്മത്തിൽ നിന്ന് എപ്പോ ശിവശക്തി സ്വരൂപം എന്ന് ഭേദമായി തോന്നിയോ, അതായത് അതിനൊരു ഭേദമുണ്ടാവണം എന്ന ഒരു അവസ്ഥ ഉണ്ടായി. അത് ശക്തിക്കാണ് അങ്ങനൊരു പ്രകമ്പനം ഉണ്ടായത്. ശിവൻ മംഗളസ്വരൂപനാണ്. എല്ലാ
തത്വത്തിലും ഇരിക്കുന്നയാളാണ് ശിവൻ. ശിവൻ എന്ന് നമ്മൾ പറയും, സദാശിവൻ എന്ന് പറയും. അത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിന് യാതൊരു വിധമായ ഗുണമോ സ്വരൂപമോ ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. ശൂന്യമാണ്. നമുക്കിങ്ങനെയൊക്കെ പറയാവുന്നേ ഉള്ളൂ. അത് അനുഭവയോഗ്യമായാൽ മാത്രമേ അത് നമുക്കും അതെന്താണ് ബ്രഹ്മം എന്ന് പറയാൻ പറ്റൂ. ആചാര്യന്മാര് പറഞ്ഞിട്ടുള്ളതും ഒക്കെ വെച്ചിട്ട് നമ്മൾ പറയുകയാണ് ബ്രഹ്മം ഇന്നതാണ് എന്ന്. അതില് ബ്രഹ്മതത്വം, അതില് ശക്തിക്ക് ഒരു തോന്നലുണ്ടായി, ഒരു കമ്പനം, ഒരു ചലനമുണ്ടായി. ആ ചലനത്തിൽ നിന്നാണ് ഈ ശബ്ദതന്മാത്രാ സ്വരൂപം ഉണ്ടായത്. ആദ്യത്തത് മൂലപ്രകൃതിയായിട്ട് വിഭജിച്ചു. അതിൽ നിന്ന് മഹൽതത്വം എന്നൊന്നുണ്ടായി. ആ മഹൽതത്വം ശബ്ദതന്മാത്രാ സ്വരൂപത്തിന്റെ അംശത്തോടു കൂടിയാണ് ഉണ്ടായത്. അതിൽ നിന്ന് ആകാശതത്വങ്ങളുണ്ടായി. ഇന്ന് കാണുന്ന, നമ്മൾ കാണാൻ ഒരിക്കലും സംഭവിക്കാത്തതും ഒക്കെ ആയിട്ടുള്ള ഈ പ്രപഞ്ചം, അതിൻ്റെ ആകാശതത്വം ആദ്യമുണ്ടായി. അതിൽ നിന്ന് ആകാശതത്വവും സ്പർശതന്മാത്രയും ചേർന്ന് വീണ്ടും അതിൽ നിന്ന് വായുതത്വം ഉണ്ടായി. ആ വായുതത്വവും രൂപതന്മാത്രയും ഉണ്ടായി. അതിൽ നിന്ന് തേജസ് ഉണ്ടായി. ആ തേജസ്സും രസതന്മാത്രയും ചേർന്ന് അപ്പുകൾ, ജലമുണ്ടായി. അതില് മഹൽതത്വം, മഹൽതത്വത്തിൽ നിന്ന് ആകാശതത്വം, അതിൽ നിന്ന് വായുതത്വം, അതിൽ നിന്ന് തേജസ്, അതിൽ നിന്ന് ജലം. ജലത്തിനോട് ഈ ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധതന്മാത്രകളെല്ലാം ചേർന്ന് പൃഥ്വി എന്ന തത്വവും ഉണ്ടായി. ഇത് നമ്മൾ തിരിച്ചാണ് പറയുക. അങ്ങോട്ട് പൃഥ്വി തൊട്ട് അങ്ങോട്ടേക്കും പറയും. എങ്കിലും ഉണ്ടായ ഒരു ക്രമം അവിടുന്ന് ഇങ്ങോട്ടേക്കാണ്. സർവം ഖല്ലിദം ബ്രഹ്മ എന്നാണ് പറയുക. എല്ലാം ബ്രഹ്മമയം തന്നെയാണ്. അതില് ആ ഞാൻ താനിതെല്ലാം മറ്റൊന്നുമില്ല നൂനം സനാതനം എന്ന് ദേവി ഭാഗവത്തിൽ പറയുന്നുണ്ട്. ഞാൻ തന്നെയാണല്ല എന്ന് സാക്ഷാൽ ശക്തി പറയുന്നുണ്ട്. ആ ശക്തി സ്വരൂപമായിരിക്കുന്ന അതിൽ നിന്ന് ശബ്ദതന്മാത്രാ സ്വരൂപം ഉണ്ടായി. ആ ശബ്ദതന്മാത്രാ സ്വരൂപം, അതിൽ നിന്ന് ആണ് ഇന്ന് നമ്മൾ കാണുന്ന ആ അക്ഷരസമൂഹങ്ങളൊക്കെ ഉണ്ടായത്. ആ അക്ഷരസമൂഹങ്ങൾ ഉണ്ടാകാൻ പലവിധമായ കാരണങ്ങൾ ഉണ്ടാകുകയുണ്ടായി പ്രകൃതിയിൽ. അതിനെ ദേഹത്രയമിതം ഭാതി യസ്മിൻ ബ്രഹ്മണി സത്യവത് തദേവാഹം പരം ബ്രഹ്മ ദേഹത്രയ വിലക്ഷണം. അതായത് കാരണദേഹം, സൂക്ഷ്മദേഹം, സ്ഥൂലദേഹം എന്നിങ്ങനെ 3 ദേഹങ്ങളുണ്ടായി. ബ്രഹ്മത്തിൽ നിന്നും ഇതിങ്ങനെ ഭിന്നമായി പ്രകാശിക്കാനും തുടങ്ങി. രണ്ടും ബ്രഹ്മമാണ്. അതും ബ്രഹ്മം, ഇതും ബ്രഹ്മം. എങ്കിൽ അതിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ആ ഉറക്കത്തിലുണ്ടാവുന്ന ഒരു മറ, നമുക്ക് ഉറങ്ങുന്ന സമയത്ത് മുമ്പുണ്ടായിരുന്ന എന്തോ അതറിയുന്നില്ല. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ വളരെ പ്രസന്നമായിട്ടാവും വരിക. അങ്ങനെ ഉണ്ടാവുന്ന ഒരു ഭാവം, അത് കാരണദേഹമാണ്. നമ്മളുടെ അന്ധക്കരണം അത് സൂക്ഷ്മദേഹമാണ്. നമ്മളുടെ ഈ ശരീരം, മാംസ അസ്ഥിമയമായ ഈ ശരീരം സ്ഥൂലദേഹമാണ്. ഇങ്ങനെ പ്രപഞ്ചത്തിലെല്ലാം കാരണം, സൂക്ഷ്മം, സ്ഥൂലം എന്നുള്ള രീതിയിൽ വിഭജിച്ചു. അതിൽ എല്ലാം ഈ ശബ്ദത്തിന്റെ തന്മാത്രാ സ്വരൂപങ്ങളാണ് ഉണ്ടായത്. എല്ലായിടത്തും ആ ബ്രഹ്മത്തിന്റെ തത്വം ശബ്ദതന്മാത്രാ സ്വരൂപമായിട്ടാണ് പ്രകമ്പനം കൊണ്ടത്. ഓരോ ഭാഗത്തും ആ ശബ്ദതന്മാത്രകൾ ഉണ്ട്. മാതൃകാ സ്ഥൂലരൂപാത്വാ തുകാദി വ്യാപകത്വത യോഗിന്യാ ജ്ഞേയ സ്ഥൂല വിശ്വപ്രഥമാത്മനി
മാതൃക ആ അക്ഷരങ്ങൾ പരാ, പശ്വന്തി, മധ്യമ, വൈഖരി, സ്ഥൂലരൂപം. അകാരാന്തി ക്ഷകാരാന്തം 51 അക്ഷരരൂപമായി വൈഖരി രൂപമായി നമ്മളിലേക്ക് എത്തി. ഈ സ്ഥൂലരൂപ വൈഖരി വർണ്ണ വർഗാഷ്ടകം ഇത് ചേർന്നാണ് ബ്രാഹ്മി മുതലായ സിദ്ധികളായ ഐശ്വര്യം ഉണ്ടായത്. അതായത് നമുക്ക് ഇന്ന് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതായ എല്ലാ ഭൗതികമായ ഐശ്വര്യങ്ങളും അതിനെ നമ്മൾ ഭഗവതിയായിട്ട് ഓരോ സ്വരൂപമായിട്ട് അതിനെ വർണ്ണിക്കുന്നുണ്ട്. അത് ബ്രാഹ്മി മുതലായ അഷ്ടൈശ്വര്യങ്ങളായിട്ട് പറയുന്നുണ്ട്. അതെല്ലാം ഈ 51 അക്ഷര രൂപം തന്നെയാണ്. അതിൽ സ്പന്ദം എന്ന് നാമമുള്ള പരാതത്വം ഉണ്ട്. ഈ സ്പന്ദം എന്ന പരാതത്വം ചലിച്ച് അതിൽ നിന്ന് പ്രഭാവമുണ്ടായിട്ട് അതിൽ ഷോഡശ സ്പന്ദങ്ങൾ ഉണ്ടായി, 16 സ്പന്ദങ്ങൾ. അതാണ് സ്വരമായി മാറിയത്. അകാരാദി സ്വരങ്ങളായി അത് മാറി. അത് 16 കലകളാണ്. ഇവയുടെ സ്ഫുരണം കൊണ്ട് 10 പ്രാണവായുക്കളും ഈ 16 ബീജയുക്തമായ ഷോഡശ സ്വരങ്ങളും ഇത് ചേർന്നിട്ട് സ്വരബിന്ദു കലനം കൊണ്ട് ബീജതത്വാത്മകമായി. അനീതവാദം സ്വധയ തദേകം എന്ന് വേദത്തിൽ പറയുന്ന പോലെ വിശ്വപ്രാണനായ ഒരു സ്വധ, ഒരു ജീവാത്മതത്വമുണ്ട്. അത് ഈ ബീജാത്മക തത്വവുമായി ചേർന്ന് ഇപ്പോൾ നമ്മൾ കാണുന്ന സൃഷ്ടിപ്രപഞ്ചം ഉണ്ടായി. അത് പ്രാണാദിവായുക്കളിൽ കടന്ന് ശുദ്ധതത്വം, അശുദ്ധതത്വം, മായാതത്വം, ഇങ്ങനെ ഓരോ തത്വകലകളായി മാറി. ഇതിനെല്ലാം ആധാരഭൂതമായത് ശൂന്യാവസ്ഥയിലുള്ള ബിന്ദു എന്ന കലയാണ്, എന്ന സ്ഥാനമാണ്. ആ ബിന്ദുവിൽ നിന്നാണ്, ആ ശൂന്യതയിൽ നിന്നാണ് ഇതിനെല്ലാം ഉത്ഭവമായ ഒരു ആധാരമുണ്ടായത്. കാരണം ശൂന്യത സാക്ഷാൽ പരമേശ്വരനാണ്. ആ സൂക്ഷ്മമായിരിക്കുന്ന ശൂന്യമായിരിക്കുന്ന പരമേശ്വരന്റെ സ്ഥാനത്ത് പരമേശ്വരനും പരമേശ്വരിയും സാക്ഷാൽ ശക്തി സ്വരൂപിണിയും ചേർന്നിരിക്കുന്ന അവസ്ഥ, അതിനെ ആ രണ്ടുപേരും ചേർന്നിരിക്കുന്ന അവസ്ഥ, അതിനെ ഉന്മനി എന്ന് പറയും. ഭഗവതി ശിവനോട് ചേർന്ന് മുഖാമുഖം ഇരിക്കുന്ന അവസ്ഥ. ആ അവസ്ഥ അതിനെ ഒരണുവിൽ നിന്ന് മറ്റൊരണുവിലേക്ക് വ്യാപനം ചെയ്തത്, അതാണ് വിഷ്ണു. വിസ് അണു, ഒരണുവിൽ നിന്ന് മറ്റൊരു അണുവിലേക്ക് ഏത് ശക്തി സ്വരൂപത്തെ? ശിവനും ശക്തിയും ചേർന്നിരിക്കുന്ന ആ അവസ്ഥയെ വ്യാപിപ്പിക്കുന്ന ശീലം വിഷ്ണുവിനാണ്. അങ്ങനെയുള്ള വിഷ്ണുവിന്റെ നാഭികളം, ആ നാഭികളം ഇരുന്നുകൊണ്ടാണ് ബ്രഹ്മാവ് ഇന്ന് വേണ്ടതായ, ഈ സൃഷ്ടിക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും എടുക്കുന്നത്. അങ്ങനെയുള്ള ആ ബ്രഹ്മാവിന്റെ വാമഭാഗത്തിരിക്കുന്നയാളാണ് സാക്ഷാൽ സരസ്വതി, ശക്തിസ്വരൂപം. അതായത് ബ്രഹ്മാവിന്റെ ശക്തിസ്വരൂപമായിട്ടാണ് അവിടെ സരസ്വതിയെ വെച്ചിരിക്കുന്നത്. അതിന്റെ കാരണം ആ അക്ഷരസമൂഹമാകുന്ന ശബ്ദതന്മാത്രാ സ്വരൂപം ഈ എല്ലാ പ്രപഞ്ച സൃഷ്ടികളുടെ ഓരോ ഭാഗത്തേക്കും ആവശ്യമുണ്ട്. ഇവിടെയാണ് ശരിക്കും നമ്മളിപ്പോൾ ആ ശബ്ദത്തെക്കുറിച്ച്, അക്ഷരങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ അക്ഷരങ്ങൾക്കുള്ള പ്രാധാന്യം വരുന്നത് അവിടെയാണ്. ഈ ശൂന്യാകാരമായ വിസർഗാത്മകമായ ബിന്ദു അത് തുരീയ അവസ്ഥയാണ്.
അവിടുന്ന് ഒരു കമ്പനം കൊണ്ട് പ്രകാശിതമായ ശക്തിയായി, ദേവിയായി അവിടുന്ന് അത് സ്ഫുരിച്ചു. അത് അകാര ഹകാര സാമരസ്യ ബിന്ദു സ്പന്ദനം കൊണ്ട് ചിത്കലയായി മാറി, ചിത് എന്ന കലയായി മാറി. പ്രകാശത്തിന് വിമർശം എന്നൊരു തത്വം കൂടെ ഉണ്ട്. പ്രകാശമുണ്ടെങ്കിൽ ഇരുട്ടുണ്ട്. അപ്പോ സാക്ഷാൽ ഭഗവതിയെ നമുക്കറിയാൻ പ്രയാസമാണ്. കാരണം അവിടെ വിമർശമായ ഒരു തത്വം കൂടെയുണ്ട്. അതിനെ മായ എന്ന് നമ്മൾ പറയും. ഈ മായാതത്വം, പ്രകാശതത്വമായിരിക്കുന്ന ഭഗവതിയെ അറിയാൻ നമുക്ക് സഞ്ചരിക്കേണ്ട ഏറ്റവും വലിയ പ്രധാന ഭാഗം ഈ അക്ഷര സമൂഹത്തിലൂടെ തന്നെയാണ്. കാരണം ശബ്ദതന്മാത്ര സ്വരൂപത്തിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ ബ്രഹ്മതത്വത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പ്രകാശത്തിന് വിമർശശക്തി ഉണ്ടാകുന്ന പോലെ അതിൽ നിന്ന് ഈ രണ്ട് തത്വങ്ങളും ചേർന്നപ്പോൾ അതിൽ നിന്ന് 36 തത്വങ്ങൾ ഉണ്ടായി. ആ 36 തത്വങ്ങളാണ് മഹാശൂന്യസ്ഥാനത്ത് നിന്ന് ബിന്ദു, സദാശിവൻ, അതിൽ നിന്ന് മായാതത്വം, അതിൽ നിന്ന് ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ കാരണഭൂതമായ ശബ്ദതന്മാത്രാ വീജികൾ ഉണ്ടായത്. അവിടെ ക്ഷിതി മുതൽ ശിവൻ വരെ ലയിക്കുന്നു ഒരു സ്ഥാനമുണ്ട്. അതിന് സംവർത്താന ചിത്കല എന്ന് പറയും. അവിടുന്ന് ആണ് 51 അക്ഷരങ്ങൾ ഉണ്ടായത്. ആ 51 അക്ഷരങ്ങളുടെ അധിപനെ സംവർത്താനലൻ എന്നാണ് പറയുക. അനലൻ ഒരു അഗ്നി തന്നെയാണ്, ആ അഗ്നിസ്വരൂപമാണ്. അതിൽ നിന്നാണ് ഈ 51 അക്ഷരങ്ങൾ ഉത്ഭവിച്ചതായി പറയുന്നത്. യകാരം മുതൽ ക്ഷകാരം വരെ വിമർശകം എന്ന ദശശക്തിയാണ്, 10 ശക്തികളാണ്. പൃഥ്വി മുതൽ ക്ഷകാരം വരെ വർണ്ണദശകം 10 ഇന്ദ്രിയങ്ങൾ ആണ്, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും. കകാരം മുതൽ ഉള്ള 10 വർണ്ണങ്ങൾ ക്രോധീശൻ എന്ന ശക്തിയാണ്. ഇങ്ങനെ ഓരോ അക്ഷരസമൂഹത്തിനും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്രമത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. അത് വളരെ വലുതായി തന്നെ ഓരോ ഭാഗങ്ങളിലും പറഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ ആചാര്യന്മാര്. ആനയെ മയക്കും 64 തെറി, ആനയെ ഇരിക്കും 64 ഒളി, ആനയെ ഇരിക്കും 64 അറൈ, ആനയും കോടും 64 64 തത്വങ്ങള്, കലകള്, അത് ചേർന്നാണ് ഇന്ന് നമ്മളുടെ ജീവബ്രഹ്മനാകുന്ന ഇതിനെ, ഈ ശരീരത്തെ, ഇത് ഓരോ തത്വത്തിലുമുണ്ട്. ഇതിനെ ശക്തി തളച്ചിട്ടിരിക്കുന്നത് അവിടെയാണ്. അതില് 16 തത്വങ്ങൾ, ഇതിനറിയാനുള്ള 16 തത്വങ്ങൾ അകാരാദിയായ സ്വരാക്ഷരങ്ങൾ, അത് സാക്ഷാൽ ശിവതത്വമാണ്. ഈ മായാപ്രപഞ്ചത്തെ മാറ്റി ശരിയായ തത്വത്തിലേക്ക് എത്താൻ സഹായിക്കുന്നതായ തത്വം ഈ 16 തത്വങ്ങളാണ്. അതും ഈ അക്ഷര സമൂഹമാണ്. സിദ്ധേ കൊങ്കണവര് ഒരു സിദ്ധനുണ്ട്, കൊങ്കണ സിദ്ധവർ. അദ്ദേഹം പറയുന്ന പോലെ ഊമേ എഴുത്തേ ഉടലാച്ചും മറ്റും ഓമന്റെ എഴുത്തേ വിരാച്ച് ആമിയെന്ത് എഴുത്തേ അറിന്തുകൊണ്ട് വിളയാടി കുമ്മിയടിയുങ്കൾ. അക്ഷരത്തെക്കുറിച്ചാണ് അദ്ദേഹം വളരെ പറഞ്ഞിരിക്കുന്നത്. ആ, ഉ, മ എന്ന അക്ഷരങ്ങൾ ചേർന്ന് ആണ് ഓം എന്ന അക്ഷരം ഉണ്ടായത് എന്നാണ് അദ്ദേഹം അത് പറഞ്ഞത്. അതിൻ്റെ ആ അക്ഷരം
അതിൻ്റെ പ്രാധാന്യം സാക്ഷാൽ ബ്രഹ്മസ്വരൂപമാണ് ആ എന്ന അക്ഷരം. അതിലേക്ക് എത്താനുള്ള മാർഗങ്ങളാണ് മറ്റുള്ള അക്ഷരങ്ങൾ. അത് കുറച്ച് രഹസ്യമായി ഇങ്ങനെ പോകുന്നുണ്ട്, എങ്കിലും പറയുന്നുണ്ട്. അത് വളരെ നാദബ്രഹ്മം എന്നുള്ള ഭാഗത്താണ് അതിനെക്കുറിച്ച് വരുന്നത്. അരുണകമലവാസം പൂമ്പൊടിക്കൊത്തവണ്ണം മുഖമിനത്തലൻ വാർത്തിങ്കളും കൊങ്കരണ്ടും ഹര നിയമിത ചിഹ്നം പത്മാവസ്വരൂപം മതിയിലതിരിക്കൽ പാർക്കിലും മുക്തിയുണ്ടാം നെക്കും പോക്കും വരവൻ വാക്കും ധൈര്യം വിചാരവും ദേവി അച്ഛനെന്താണ് സ്തുതിയും ഞാനോ സർവാത്മകൻ സദാ ഞാൻ ദേവി മറ്റാരുമല്ല ഞാൻ ബ്രഹ്മം ശോകവർജിതൻ. ഇത് ദേവീഭാഗവത്തില് സാക്ഷാൽ പരമേശ്വരി തന്നെ പറയുന്നതാണ്. ഞാൻ തന്നെയാണ് ഈ കാണുന്ന എല്ലാ അക്ഷര സമൂഹവും ഞാൻ തന്നെയാണ്, ഈ കാണുന്ന പ്രപഞ്ചം ഞാൻ തന്നെയാണ് എന്ന് വളരെ സ്പഷ്ടമായിട്ട് ദേവീ ഭാഗവത്തിൽ തന്നെ പറയുന്നുണ്ട്. അതിലെ ഓരോ അക്ഷരങ്ങളുടെയും ശക്തി, അതിൻ്റെ ദേവതകള്, അതിന് കാരണഭൂതമായിരിക്കുന്ന അധിഷ്ഠാന ദേവത. സ്വതവേ നമ്മളിപ്പോൾ ഓരോ അക്ഷരങ്ങളെയും പൂജിക്കാൻ ആണ് നോക്കുന്നത്. ശരിക്കും എല്ലാ അക്ഷരങ്ങളും ഒരക്ഷരം മാത്രമായി നിലനിൽപ്പില്ല. എല്ലാ അക്ഷരങ്ങളോടും ചേർന്നിട്ടാണ് ആ ഒരക്ഷരത്തിന് പോലും ബലമുണ്ടാവുന്നത്. സ്വതവേ നമ്മൾ ന്യാസപ്രകരണത്തിൽ പറയുമ്പോഴും അത് വളരെ വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അത് എവിടെയൊക്കെ നസിക്കണം, നമ്മളുടെ ശരീരത്തിലെ ന്യാസവും അതുപോലെ തന്നെ ആ ദേവതയിൽ നസിക്കേണ്ട രീതിയും ഒക്കെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ശരീരത്തില് ആ അക്ഷരങ്ങളുടെ ന്യാസം കൊണ്ടുണ്ടാകുന്ന ചൈതന്യം, തേജോമയമായ ഒരു രൂപം നമുക്കുണ്ടാവും എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സ്വതവേ ന്യാസം എല്ലാവരും ചെയ്യുന്നത് ബാഹ്യത്തിലാണ്. ആന്തരികമായ ന്യാസം ഉണ്ട്. അതിന് ഓരോ ചക്രങ്ങളിലും നസിക്കുന്ന രീതിയുണ്ട്. അതിന് അന്തർമഹായാഗം എന്നുള്ള ഭാഗത്തിൽ ആ ഓരോ ചക്രങ്ങളിലും ഈ അക്ഷരങ്ങളുടെ ന്യാസം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതില് മൂലാധാരസ്ഥിതമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലെ എവിടെയാണോ ശൂന്യമായ ഒരു തത്വത്തില്, എവിടെയാണോ സാക്ഷാൽ പരമേശ്വരി ശക്തിസ്വരൂപിണിയായിട്ടിരിക്കുന്നത്, അതേപോലെ ബ്രഹ്മാണ്ടം എങ്ങനെയാണോ അതേപോലെ ഓരോ പിണ്ഡാണ്ടത്തിലും ആ പരമേശ്വരി ഉണ്ട്. നമ്മളിലെല്ലാം സകല ജീവജാലങ്ങളിലും ഉണ്ട്. മനുഷ്യന് ഇതിനെ അറിയാനുള്ള വിവേക ബുദ്ധിയുണ്ട് എന്നുള്ളതാണ് ഒരു പ്രാധാന്യം. അതിനാൽ നമ്മളുടെ ശരീരത്തിലുള്ള ആ ഷഡ്ചക്രങ്ങളെക്കുറിച്ച് മൊത്തം 114 ചക്രങ്ങൾ ഉണ്ടെന്നാണ് പറയുക. അതിൽ 108 ചക്രങ്ങൾ പ്രാധാന്യമുള്ളതാണ്. 4 ചക്രങ്ങൾ അവനവൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങേയറ്റം യോഗിയായി തീരുന്ന സമയത്ത് മാത്രമേ 4 ചക്രങ്ങളുടെ പ്രവർത്തനം ഉണ്ടാവുകയുള്ളൂ. 114 ചക്രങ്ങൾ ഉള്ളതിൽ 108 ചക്രങ്ങൾ ഈ 6 ചക്രങ്ങളുടെ പ്രവർത്തനം കൊണ്ട് പ്രവർത്തിക്കുകയും ആ ബാക്കിയുള്ള 108 എണ്ണം അതിൻ്റെ പ്രവർത്തനം കൊണ്ടുണ്ടാവുകയും ചെയ്യും. ഇങ്ങനെയാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായത് ഈ ഷഡ്ചക്രമാണ്. ഈ ഷഡ്ചക്രങ്ങളിൽ മൂലാധാരത്തിൽ വളരെ അതിൽ ഭഗവതിയെ പറയുന്നത് തന്നെ അതാണ്.
മരാളി എന്ന് പറയുന്നുണ്ട് ഭഗവതിയുടെ ഒരു ഇതിനെ. അതായത് ഭഗവതി അവിടെ നിന്ന് ഉണർന്ന് പുറത്തേക്ക് ആദ്യം വരുന്നൊരവസ്ഥ മരാളി മന്ദഗമന എന്നുള്ള അവസ്ഥയിലാണ്. വളരെ പതുക്കെ ആണ് ആദ്യം ഉണർന്നു വരിക. അത് ഉണരണമെങ്കിൽ വളരെയധികം കാര്യങ്ങൾ അതിന് പുറകെയുണ്ട്. കാരണം സാക്ഷാൽ ഒരു ഗുരുനാഥന്റെ അനുഗ്രഹമാകുന്ന വർഷം നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവണം. ആ അനുഗ്രഹകല ഒന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ശക്തി മൂലാധാരത്തിൽ നിന്ന് ഉണരാൻ സാധിക്കുകയുള്ളൂ. അത് വളരെ അപൂർവമായി ചിലർക്ക് തൻ്റെ ജന്മം കൊണ്ട് സിദ്ധിക്കാറുണ്ട്. ചിലർക്ക് ആ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ സിദ്ധിക്കുകയുള്ളൂ. അതിൽ പ്രധാനം ഈ മൂലാധാരത്തിലെ ചൈതന്യത്തിൻ്റെ അനക്കം. അതുകൊണ്ടാണ് അതിലെ 4 ദളങ്ങളുടെ ഉണർവ് ഉണ്ടാവുന്നത്. ആ 4 ദളങ്ങളിൽ 4 അക്ഷരങ്ങളാണ്. ആ 4 അക്ഷരങ്ങളുടെ 4 അക്ഷരങ്ങൾ ചേർന്നിട്ടുള്ള മന്ത്ര സ്വരൂപമുണ്ട്. ആ 4 അക്ഷരങ്ങളുടെ മന്ത്രസ്വരൂപം പൂർണ്ണമാകുമ്പോൾ അതിലെ ഒരു യോഗിനി ഉണരുകയാണ്. ആ യോഗിനിയുടെ അനുവാദത്തോടു കൂടിയാണ്, യോഗിനിയുടെ സഹായത്തോടു കൂടിയാണ് മൂലാധാരത്തിൽ ഇരിക്കുന്ന ശക്തി അവിടുന്ന് അനങ്ങാൻ തുടങ്ങുന്നത്. അവിടുന്ന് അത് അനങ്ങി മൂലാധാരത്തിൽ നിന്ന് സ്വാധിഷ്ഠാനത്തിലേക്ക്, അവിടെ നിന്ന് മണിപൂരകത്തിലേക്ക് എത്തുമ്പോൾ അത് പുറത്തേക്ക് പ്രദർശിക്കുന്ന രീതിയിലേക്കാവും. നമ്മൾ അമ്മേ നാരായണ, ദേവി നാരായണ എന്നൊക്കെ പറയുന്നൊരവസ്ഥയുണ്ട്. അവിടെയാണ് ആ ദുർഗയുടെയും വിഷ്ണുവിൻ്റെയും ഒരു സ്വരൂപ സ്ഥാനം കാണിക്കുന്നത് പുറത്തേക്ക്. മറ്റേത് ഉള്ളിൽ നടക്കുന്ന അവസ്ഥയാണ്. അത് ഓരോ ചക്രങ്ങളിലൂടെയും സഞ്ചരിക്കുമ്പോൾ അവിടെയെല്ലാം ഓരോ ഗ്രന്ഥികളെ ഭേദിക്കേണ്ടതുണ്ട്. ഈ ഗ്രന്ഥികളെ ഭേദിക്കാൻ അതിനും യോഗവിദ്യയും അതോടൊപ്പം തന്നെ മന്ത്രങ്ങളും ആവശ്യമാണ്. ഈ മന്ത്രങ്ങളെല്ലാം അക്ഷരങ്ങളുടെ സമൂഹമാണ്. ഓരോ അക്ഷരവും അതിലെ പ്രധാനമായ ബീജങ്ങൾ ചേർത്തിട്ടാണ് ഉണ്ടാവുക. ബീജാക്ഷരങ്ങളുടെ നിരന്തരമായ ഉപയോഗം കൊണ്ട് അതിൻ്റെ സ്പന്ദനമുണ്ടായിട്ടാണ് ഈ ചക്രങ്ങൾ പ്രവർത്തിക്കുക. സാധാരണഗതിയിൽ അത് ഓരോ സമ്പ്രദായത്തിൽ, ശക്ത സമ്പ്രദായം, ശൈവ സമ്പ്രദായം, അങ്ങനെയൊക്കെയുള്ള സമ്പ്രദായങ്ങളിൽ ഗുരു നേരിട്ട് കൊടുക്കുന്ന ചില ദീക്ഷാ സമ്പ്രദായങ്ങളുണ്ട്. അതും അക്ഷരങ്ങളുടെ സമൂഹത്തെ കൊണ്ടുള്ള ചില ക്രിയകളാണ്. തൻ്റെ പാദം കൊണ്ട് ശിരസിൽ സ്പർശിക്കുന്ന സമയത്ത്, ശിഷ്യന്റെ ഏതെങ്കിലും അംഗങ്ങളിൽ സ്പർശിക്കുന്ന സമയത്ത് ഒക്കെ അതാത് ആ അക്ഷരങ്ങൾ എവിടെയൊക്കെയാണോ ഉള്ളത് ആ അക്ഷരത്തിൻ്റെ ചലനത്തിലൂടെയാണ് ഈ ചൈതന്യം മൂലാധാരത്തിലെത്തി മൂലാധാരത്തിലിരിക്കുന്ന കുണ്ടലിനിയെ ഉണർത്തി തേജോമയ രൂപമായി അത് മുകളിലിരിക്കുന്ന സാക്ഷാൽ പരമേശ്വരന്റെ അടുക്കിലേക്ക് എത്തും. ബ്രഹ്മരന്ധ്രത്തിലാണ് അവിടെ ഇരിക്കുന്നത്. ആ ബ്രഹ്മരന്ധ്രത്തിലിരിക്കുന്ന സാക്ഷാൽ പരമേശ്വരന്റെ അടുത്തെത്തിയാൽ ഉന്മനി എന്ന അവസ്ഥയിൽ, അതായത് അവരുടെ രണ്ടുപേരും മുഖാമുഖം ദർശിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉയർന്ന് അത് ചൈതന്യ സ്വരൂപമായി എല്ലാ സഹസ്ര ദളത്തിലെ ഓരോ ദളങ്ങളിലൂടെയും അതൊഴുകി ശരീരം മുഴുവൻ വ്യാപിച്ച് തിരിച്ച് അത് സുഷുമ്നയിലൂടെ മൂലാധാരത്തിലെത്തുന്നു. ഈ കുണ്ടലിനിയുടെ പ്രയാണം ഏറ്റവും പ്രധാനവും അതിന് കാരണഭൂതമാകുന്നത് അതിലെ ഓരോ
ഭാഗത്തുമിരിക്കുന്ന അക്ഷരങ്ങളുടെ സ്പന്ദനവുമാണ്. ഈ അക്ഷരങ്ങളുടെ സ്പന്ദനം എങ്ങനെയാണോ നമ്മളുടെ ശരീരത്തിലെ ഷഡ്ചക്രങ്ങളിലൂടെ ഉണ്ടാവുന്നത്, അതേപോലെ തന്നെ സാക്ഷാൽ പ്രകൃതിയിലും നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലങ്ങളിലും അതിൻ്റെ സ്പന്ദനമുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് തന്നെ. പ്രപഞ്ചം നിലനിൽക്കാൻ ഈ പറഞ്ഞ ശബ്ദബ്രഹ്മത്തിൻ്റെ സ്പന്ദനം വളരെ ആവശ്യമാണ്. ചലനമാണ് എല്ലാത്തിനും ആവശ്യം. ചലനം കൊണ്ട് മാത്രമേ ഇത് നിലനിൽക്കുകയുള്ളൂ. ചലിക്കാതെ ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു വസ്തു കൊണ്ട് അതിന് നിലനിൽപ്പുണ്ടാവില്ല. ചലനം ഏറ്റവും പ്രധാനമാണ്. ഓരോ തരത്തിലുള്ള ചലനമാണ്. വളർച്ചയാണ്, അല്ലെങ്കിൽ ഒരു ഭാഗത്തുനിന്ന് മാറ്റിവെക്കലാണ്. ഇങ്ങനെ എല്ലാ ചലനം കൊണ്ടാണ് ഉണ്ടാവുന്നത്. ആ ചലനം ആണ് ശബ്ദത്തെ സൃഷ്ടിക്കുന്നത്. ഓരോ ശബ്ദവീചികളുടെയും ഉപയോഗം എങ്ങനെ വേണം എന്ന് നമ്മളുടെ ഋഷിവര്യന്മാര് മുമ്പേ കണ്ടെത്തിയിട്ടുണ്ട്. ഈ അക്ഷര സമൂഹങ്ങളുണ്ട്. അത് വേണ്ട വിധത്തിൽ ഏത് ഭാഗത്ത് ഏത് രൂപത്തിൽ ഉപയോഗിക്കണം എന്ന് കണ്ടതിൻ്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളെല്ലാം. അത് തോന്നിയ പോലെ എടുത്ത് ഉപയോഗിക്കാൻ പാടില്ലതാണ്. കാരണം പല അപകടങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അക്ഷരങ്ങൾ ചേരുമ്പോൾ എങ്ങനെ അതിന് ഗുണമുണ്ടോ അതുപോലെ തന്നെ ദോഷവുമുണ്ട്. അതുകൊണ്ടാണ് പല അക്ഷരങ്ങളും ചേർന്ന മന്ത്രങ്ങൾ ഗുരുവിൽ നിന്ന് സ്വീകരിക്കാതെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന പ്രധാന കാരണം. ഗുരു ആ ശിഷ്യന് വേണ്ടതായ രീതിയിൽ ശിഷ്യനെ നിരീക്ഷിച്ചതിന് ശേഷമാണ് ആ മന്ത്രങ്ങൾ കൊടുക്കുക. ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു ഉപാസന വിധി ഒരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് കാലങ്ങളുടേതായ ഉപയോഗം ആവശ്യമുണ്ട്. സ്വതവേ നമ്മൾ ഇപ്പോഴത്തെ ഒരു രീതി, പൂജ പഠിച്ചു കഴിഞ്ഞാൽ നാളെ മുതൽ നമ്മളെല്ലാം പൂജാരിമാരായി. പക്ഷെ അതുകൊണ്ടായില്ല. ആ പൂജ കഴിക്കാൻ യോഗ്യനാവണത് ഈ പറഞ്ഞ മന്ത്രങ്ങളുടെ ഉപാസന കൊണ്ടാണ്. അതിൻ്റെ പുരസ്ചരണം ആവശ്യമാണ്. ഏറ്റവും പ്രധാനമാണ് അതിൻ്റെ പുരസ്ചരണം. പുരസ്ചരണം എന്ന ഭാഗം തന്നെ മന്ത്രത്തിൻ്റെ സ്പന്ദനം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്ന, നമ്മളുടെ സ്വഭാവ വൈശിഷ്ട്യത്തെ മാറ്റിയെടുക്കുന്ന അവസ്ഥയാണ്. അതാണ് ഏറ്റവും പ്രധാനം. ഒരു കാരണവശാലും നമ്മൾ ഇപ്പോൾ ചെയ്യണ ഒരു സമ്പ്രദായം പോലെ പൂജാപഠനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ പൂജ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓരോ ദിക്കുകളിൽ പോകും. പൂജ കഴിക്കാൻ ഞാൻ പഠിച്ചു എന്നുള്ള രീതിക്ക് പൂജ കഴിക്കാൻ തുടങ്ങും. കുറേ കാലം കഴിയുമ്പോൾ ഗുരുവിനേക്കാളും കേമനാകും. ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ശരിക്കും വളരെ അപകടമാണ്. കാരണം ഈ മന്ത്രങ്ങളുടെ സ്പന്ദനം ഗുണം പോലെ തന്നെ ദോഷമാണ്. അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഗുരുവിൽ നിന്ന് സ്വീകരിച്ച് അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല എങ്കിൽ നമുക്ക് വളരെ അപകടമാകുന്നൊരവസ്ഥയുണ്ട്. അതിന് കാലങ്ങളോളം, അതിനാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളുടെ ഈ ഷോഡശ സംസ്കാരത്തിലെ ഗായത്രി ഉപദേശം വരുന്നത്. ഗായത്രിയുടെ പുരസ്ചരണ വിധി തന്നെയാണ് നമുക്കുള്ളത്. ചെറുപ്പം മുതലേ ആ ഗായത്രിയുടെ ഉപദേശമുണ്ടായി അതിൻ്റെ പുരസ്ചരണം തന്നെയാണ് നമ്മൾ സമിധാധാനം പോലെയുള്ള കാര്യങ്ങളിലൂടെ ചെയ്തു വരുന്നത്. ഇതെല്ലാ മന്ത്രങ്ങൾക്കുമുണ്ട്. അപ്പോൾ അത് ഒരു ഗുരുനാഥനിൽ നിന്ന് സ്വീകരിച്ച് ആ മന്ത്രം അക്ഷരലക്ഷം അല്ലെങ്കിൽ അതിൻ്റെ ഓരോ മന്ത്രങ്ങൾക്കും പറഞ്ഞിട്ടുള്ളതായ ഉപാസനാ വിധിയിലൂടെ മാത്രമേ ചരിക്കാൻ പാടുള്ളൂ. കാരണം ഇതിനെല്ലാം ആധാരഭൂതമായിരിക്കുന്ന ആ സംവർത്തനാലൻ എന്ന ആള് ഇതിനെയെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. ഇതിനെല്ലാം ഓരോ യോഗിനിമാര്, ഈ അക്ഷര സമൂഹങ്ങൾക്കെല്ലാം ഓരോ അക്ഷരങ്ങൾ ചേർന്നിരിക്കുന്ന അവസ്ഥയിലിരിക്കുന്ന ഓരോ ഭാഗത്തും അതിനെല്ലാം ഓരോ യോഗിനിമാർ, ഓരോ ശക്തി സ്വരൂപമുണ്ട്. അത് വേണ്ട വിധത്തിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമുക്ക് ആപത്തായിട്ട് വരാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം കാലത്തെ ഉപയോഗം കൊണ്ടേ
ശരിക്കും ഒരു മന്ത്രം പ്രയോഗിക്കാൻ പാടുള്ളൂ. കുറേ കാലം നമ്മൾ അതിൻ്റെ വേണ്ട വിധത്തിലുള്ള ഉപാസന ചെയ്തതിന് മാത്രമേ ആ മന്ത്രം ഒരു സ്ഥലത്ത് നമ്മൾ പ്രയോഗിക്കാൻ പാടുള്ളതായുള്ളൂ. വളരെ വളരെ നമ്മൾ ഉപയോഗിക്കുന്നതായ പഞ്ചാക്ഷരി നമഃശിവായ എന്നൊരക്ഷരം, അത് എങ്ങനെയാണ് ഉണ്ടായത് എന്ന് വളരെ വ്യക്തമായിട്ട് ഒരു സിദ്ധര് പറഞ്ഞിട്ടുണ്ട്. ജഗം പടയിത്തതും അഞ്ചെഴുത്താം, പിന്നും ജീവൻ പടയിത്തതും അഞ്ചെഴുത്താം, മുഖമുടിന്തതും അഞ്ചെഴുത്താം, പിന്നും ഉത്പന്നമാനതും അഞ്ചെഴുത്താം. ന എന്ന അക്ഷരം ജഡം അഥവാ ശരീരം, മ മായ, ശി ജീവൻ, വാ വിജ്ഞാനം, യ യുക്തി. ഈ അഞ്ചക്ഷരങ്ങൾ ചേർന്നിട്ടാണ് നമഃശിവായ എന്നുണ്ടായത്. അത് ദർശിച്ച ആള്, ആ ഋഷി, ആ അക്ഷരം, ഇന്ന അക്ഷരങ്ങൾ ചേർന്നാലാണ് അതിന് ശക്തി ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ മന്ത്രങ്ങളും ഈ അക്ഷരങ്ങളും ഈ അക്ഷരസമൂഹങ്ങളും എല്ലാം ഈ പ്രപഞ്ചത്തിൽ നിലനിൽപ്പുണ്ട്. അത് കണ്ടെത്തിയ ആ ഋഷീശ്വരൻ ഈ അക്ഷരങ്ങൾ ചേർന്നാലാണ് അതിന് ശക്തിയുണ്ട് എന്ന് മനസ്സിലായത്. അങ്ങനെയാണ് നമഃശിവായ എന്ന ആ പഞ്ചാക്ഷരി ഉണ്ടായത്. ഇങ്ങനെ ഓരോ മന്ത്രങ്ങൾക്കും ഉണ്ട്. ആ ഓരോ മന്ത്രങ്ങളും ഉണ്ടായത് ദർശിച്ചതാണ്. ഓരോ ഋഷീശ്വരന്മാര് ദർശിച്ച ആ ദർശനത്തിൽ നിന്നാണ് നമുക്കത് കൈവന്നത്. അപ്പോൾ ആ ഋഷീശ്വരന്മാര് കണ്ടെത്തിയ ആ അക്ഷര സമൂഹങ്ങളെ, ആ മന്ത്രങ്ങളെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ ആ പൂജയിലേക്ക് കടക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ആ പൂജയിലേക്ക് കടക്കുന്ന ഒരു സമയത്ത് ഈ അക്ഷര ദേവതാ പൂജ എന്നുള്ള ഭാഗത്തേക്ക് കടക്കുകയാണ്. അപ്പൊ അതില് ഏറ്റവും പ്രധാനം ആ ലിപി സരസ്വതി പൂജ പ്രധാനമായി പഠിക്കുക എന്നുള്ളതാണ്. അത് പഠിച്ചിട്ട് വേണം ഈ ഓരോ അക്ഷരങ്ങളെയും പൂജിക്കാൻ. ആ മാതൃകാ സരസ്വതി ന്യാസം അത് ബൃഹത്തായി പഠിച്ചതിന് ശേഷം വേണം ഈ ചെറിയ ഓരോ അക്ഷരങ്ങളെയും പൂജയിലേക്ക് കൊണ്ടുവരാൻ. അത് വളരെ നമ്മുടെ ഹരിയേട്ടൻ്റെ ഒക്കെ എന്നത് വളരെ ഭംഗിയായിട്ട് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഒരു വളരെയധികം നന്ദി അദ്ദേഹത്തോട് പറയുകയാണ്. ഇതുപോലെ വലിയൊരു കാര്യം കൊണ്ടു നടക്കുന്നുണ്ട്. നമ്മളെല്ലാവരും അതിൻ്റെ ഭാഗം മാത്രമാണ്. അവരുടെ ആ വളരെ കാലത്തെ അറിവ്, അവരെ സമ്പാദിച്ചതായ അറിവ് നമുക്കെല്ലാം പകർന്നു കിട്ടുന്നുണ്ട്. അത് വലിയൊരു ഭാഗ്യമാണ്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊരു സമൂഹം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ തന്നെ വലിയൊരു ഭാഗ്യമാണ്. TVRSൻ്റെ എല്ലാവർക്കും എൻ്റെ വിനയാന്വിതമായ നമസ്കാരം. ഞാൻ ഒരുപാട് ദീർഘിപ്പിച്ചു എന്ന് തോന്നുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ അറിയാവുന്ന വിധത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞു പോയത്. എല്ലാം എൻ്റെ ഗുരുവിൻ്റെ പാദകത്തിൽ അർപ്പിക്കുകയാണ്. നമസ്കാരം. ഹിതേഷേട്ടാ. നന്ദി ഹരീശ്വരൻ. വളരെ ഉന്നതമായ തലങ്ങളിലേക്ക് എത്തിയിട്ടുള്ള പ്രഭാഷണത്തിനെ സമഗ്രമായി ഗ്രഹിക്കാൻ കുറെ കാലം വേണ്ടി വരും എങ്കിലും പ്രഭാഷണം വളരെ ഹൃദ്യമായി. നന്ദി. ഞാൻ മൈക്ക് ഞങ്ങളുടെ കോർഡിനേറ്റർ ശ്രീരാമേട്ടന് കൈമാറുന്നു. നമസ്കാരം. എൻ്റെ മൈക്ക് വർക്ക് ചെയ്തില്ല.
കേൾക്കുന്നുണ്ട്. കേൾക്കാല്ലേ? ഓ ആ മൈക്കും ക്യാമറയും വർക്ക് ചെയ്യുന്നുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ.